ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നതും ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ പിൻബലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റാലി വന്നതും വരും സമയങ്ങളിൽ ട്രെൻഡ് റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ പേര് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് അല്ലെങ്കിൽ IEX ഇന്ന് 6% ഉയർന്ന് 187 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 16,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.9, ഡിവിഡൻഡ് ഈൽഡ് 1.3%, 52 വീക്കിലോ 119, 52 വീക്ക് ഹൈ 191. IEXന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 18.8% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 27.2% ഉയരുകയും ചെയ്തിരുന്നു. എബിറ്റ മാർജിൻ 200 ബേസിസ് പോയിന്റ് ഉയർന്ന് 80.4% മാറി. IEX എന്ന സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉയർന്നതും റിന്യൂവബിൾ എനർജിയുടെ സ്റ്റോറേജും കപ്പാസിറ്റി അഡീഷൻ വർദ്ധിച്ചതും കൂടാതെ ഗവൺമെൻറ് IEXന് അനുകൂലമായ ചില റെഗുലേറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തതും കോൾ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ കാർബൺ എക്സ്ചേഞ്ച് തുടങ്ങിയ പവർ എക്സ്ചേഞ്ചിൽ ഡൈവേഴ്സിഫിക്കേഷൻ വന്നതുമൊക്കെ കൊണ്ടാണ് ഇതുവഴി IEX വഴിയുള്ള ട്രേഡിംഗ് വോളിയത്തിൽ വർധനവുണ്ടായി. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആക്സിസ് സെക്യൂരിറ്റീസ് IEXന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് അതായത് 195 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ IEXന്റെ പ്രോഫിറ്റിൽ 1 മുതൽ 3% വളർച്ചയുണ്ടാകും എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി IEX എന്ന സ്റ്റോക്കിന് 11 അനലിസ്റ്റുകളിൽ 8 അനലിസ്റ്റും ബൈ എന്ന റേറ്റിംഗും 3 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലാണ്. ദീർഘകാലം ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ മൊമെൻറ്റം വരികയും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ഒരു വർഷം കൊണ്ട് IEX എന്ന സ്റ്റോക്ക് 240 വരെ ഉയർന്നേക്കും എന്നാണ് ഇൻഗ്രിഡ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. ടെക്നിക്കലി IEX എന്ന സ്റ്റോക്ക് ഓവർബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല. സ്റ്റോക്ക് 5 ഡേ 10 ഡേ 20 ഡേ 30 ഡേ 50 ഡേ 100 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ്. ഇനി മറ്റ് ചില ബ്രോക്കേജ് ഏജൻസികൾ IEX എന്ന സ്റ്റോക്കിൽ ബിയറിഷ് ട്രെൻഡും വെച്ച് അല്ലെങ്കിൽ ബിയറിഷ് എക്സ്പെക്റ്റേഷനാണ് വെച്ച് പുലർത്തുന്നത്. ബെയിൻസ്റ്റീൻ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് കപ്ലിംഗ് പോളിസി മൂലം IEX എന്ന സ്റ്റോക്ക് വരുന്ന 3 മുതൽ 6 മാസം വരെ അൺസർട്ടൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബെയിൻസ്റ്റീൻ സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 110 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് അല്ലെങ്കിൽ റെഡ്യൂസ് എന്ന റേറ്റിംഗും 180 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വോളിയം ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യാത്ത രീതിയിലുള്ള ഇൻകം ഗ്രോത്ത് പ്രൊജക്ഷനാണ് IEXൽ നിന്നും കാണുന്നത്. കൂടാതെ 2025 അല്ലെങ്കിൽ മീഡിയം ടൈമിൽ IEXൽ നിന്നും 21% വോളിയം ഗ്രോത്താണ് നവൂമ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് 15 മുതൽ 20% വോളിയം ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 17% CAGR കൂടിയുള്ള ആനുവൽ ഗ്രോത്തും നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നു. ഇവിടെ മാർക്കറ്റ് കപ്ലിംഗ് IEXന്റെ മോണോപ്പൊളി ബിസിനസ്സിനെയും ബിസിനസ് മോഡലിനെയും നശിപ്പിച്ചതായിട്ട് നവൂമ പറയുന്നുണ്ട്. മുമ്പ് മറ്റുള്ള പവർ എക്സ്ചേഞ്ചുകൾ IEXലെ പവർ ട്രേഡിംഗ് പ്രൈസിനെയായിരുന്നു റെഫറൻസ് ആയി എടുത്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് കപ്ലിംഗ് വന്നതിന് ശേഷം എല്ലാ എക്സ്ചേഞ്ചുകളിലും പവർ ട്രേഡിങ്ങിന് ഒരേ നിരക്കുകൾ ബാധകമായി തുടങ്ങി. ഇത് IEXന്റെ ഡൊമിനൻസിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 187 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 191 മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് 200 എന്ന ലെവലിലേക്ക് ഉയർന്നേക്കാം. പൊസിഷണലി IEX എന്ന സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്ക് ചിലപ്പോൾ 200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 280 വരെയുള്ള ടാർഗറ്റിലേക്ക് നീങ്ങാനും പോസിബിലിറ്റിയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്